25-കാരി കിണറ്റിൽ ചാടി ജീവനൊടുക്കി. മരിച്ചത് കടനാട് സ്വദേശി കൊന്നക്കൽ അമ്മിണി. വെള്ളം കോരുന്ന കയർ കഴുത്തിൽ കുരുക്കിയ ശേഷം വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. കുടുംബ പ്രശ്നത്തെ തുടർന്ന് അമ്മിണി വിഷാദത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ. നഴ്സിംഗ് വിദ്യാർത്ഥിനി ഡെങ്കിപ്പനി ബാധിച്ചു മരിച്ചത് പറവൂർ സ്വദേശി തേജശ്രീ. മരണം എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. തിരുവനന്തപുരം നെട്രച്ചിറയിൽ ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ ടിപ്പർ ലോറി ഇടിച്ച് അപകടം. ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് ശശികല ദേവി. കാലിന് പരിക്കേറ്റ ഭർത്താവ് പ്രവീൺ കുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. ചേർപ്പ് മാർക്കറ്റ് നവീകരണത്തിന്റെ ഡിസൈൻ പ്രസന്റേഷൻ നടന്നു. ഡിസൈൻ വിംഗ് ചുമതല വഹിക്കുന്ന MDI മുൻ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ രൂപരേഖ വിശദീകരിച്ചു. മാർക്കറ്റ് നവീകരണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് 5 കോടി രൂപ. ഗുരുവായൂരപ്പന് വഴിപാടായി പുതിയ സ്കൂട്ടർ സമർപ്പിച്ചത് TVS ജൂപ്പിറ്റർ ഹൈബ്രിഡ് മോഡൽ സ്കൂട്ടർ. TVS മോട്ടോർ കമ്പനി ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് KN രാധാകൃഷ്ണൻ സ്കൂട്ടറിന്റെ താക്കോലും രേഖകളും ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് കൈമാറി. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എംപ്ലോയീസ് സഹകരണ സംഘം രോഗീസേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു. പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സൂപ്രണ്ട് പ്രൊഫസർ കവിത രാജ നിർവഹിച്ചു. വാമനപുരം പഞ്ചായത്തിലെ 157 നമ്പർ പൊതുവിതരണ കേന്ദ്രം ഇനി കെ സ്റ്റോർ. ഉദ്ഘാടനം DK മുരളി MLA നിർവഹിച്ചു. റേഷൻ സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങളും മിൽമ ഉൽപ്പന്നങ്ങളും 5 കിലോ തൂക്കമുള്ള ചോട്ടു ഗ്യാസ് സിലിണ്ടറുകളും കെ സ്റ്റോറിൽ ലഭ്യമാകും. തൃശൂർ തൃപ്രയാർ കാഞ്ഞാണി ചാവക്കാട് റോഡിൽ ചെറുവാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഗതാഗതം നിരോധിച്ചത് മുല്ലശ്ശേരി ഭാഗത്ത് കലുങ്ക് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ. ചാലക്കുടി കൊന്നക്കുഴിയിൽ വീടിനുള്ള ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവിന് പരിക്ക്. പൊള്ളലേറ്റത് തണ്ടേപ്പുള്ളി വീട്ടിൽ അരുണിന്. വീട്ടിലെ എല്ലാ മുറികളിലേക്കും തീ പടർന്നു. കനത്ത ചൂടിൽ ടൈലുകൾ പൊട്ടിയടർന്നു. അപകടമുണ്ടാകാനിടയായ സാഹചര്യത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. ക്ലോത്ത് ബാങ്ക് പ്രോജക്ടിന്റെ ഭാഗമായി മണലൂർ സ്പെഷ്യൽ സ്കൂളിലേക്ക് വസ്ത്രങ്ങൾ നൽകി ലയൺസ് ക്ലബ്ബ്. 21 ക്ലബ്ബുകളിൽ നിന്നുള്ള വസ്ത്രങ്ങളാണ് സിസ്റ്റർ ഫസാനിക് കൈമാറിയത്. സൂറത്തിൽ ലിഫ്റ്റ് അപകടത്തിൽ മലയാളി മരിച്ചത് കോട്ടയം കുടമാളൂർ സ്വദേശി രഞ്ജിത്ത് ബാബു. പോസ്റ്റ്മോർട്ടവും പോലീസ് നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് സൂറത്തിലെ കേരള സമാജം ഭാരവാഹികൾ. മൃതദേഹം സൂറത്ത് സ്മിമർ ആശുപത്രി മോർച്ചറിയിൽ. എക്സൈസ് വിമുക്തി മണലൂർ നിയോജക മണ്ഡലം തല ജാഗ്രതാ സമിതി യോഗം ചേർന്നു. യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലയെ ലഹരി വിമുക്തമാക്കുക, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക മുതലായവ ലക്ഷ്യമിട്ടാണ് യോഗം.